അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കാം അല്ലെ, ആൻസർ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തേൽ ചിഹ്നം മൈനസ് പ്ലസ് ആണ്, എൻ്റെ ആൻസർ ഈസ് പ്ലസ് പ്ലസ്. ബൈ മൈനസ് മൈനസ് ആണ്, എൻ്റെ ആൻസർ ഈസ് പ്ലസ് മൈനസ്. ഓക്കെ, ഒന്നാമത്തേൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9, ആഡ് ചെയ്യുമ്പോൾ 6, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഏതൊക്കെയാ 3, ആഡ് ചെയ്യുമ്പോൾ 6, രണ്ടും കൂടെ കൂട്ടണം. കാരണം ഒരേ ചിഹ്നമാണെങ്കിൽ ആഡ് ചെയ്യണം. ഇവിടെ ചിഹ്നം ഡിഫറൻ്റ് ആണ്, പ്ലസ് മൈനസ്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോഴല്ല ഈ 3 കിട്ടേണ്ടത്, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴായിരിക്കണം ഈ 3 കിട്ടേണ്ടത്. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഇവിടെ വരുമ്പോൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 54, അതുപോലെ രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴായിരിക്കണം 3 കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാ 9, 6. യവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 54 കിട്ടും, അവന്മാരെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ അതിൽ ആരാദ്യം ആര് രണ്ടാമത്? വലിയ നമ്പർ ആദ്യം, ചെറിയ നമ്പർ രണ്ടാമത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ആയി അല്ലേ. എക്സിന് +3 എന്ന് കിട്ടി, വൈന് +9 -6 എന്നായി. ഇനി ഇതിൽ ആര് വലുത് ആര് ചെറുത് എന്നാ കണ്ടുപിടിക്കേണ്ടേ. ഓക്കെ, എക്സ് വലുതാണോ അല്ലെങ്കിൽ ഈ കിടക്കുന്ന ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് ഇതിലേക്ക് വരിക എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കണമെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സിന്റെ 2 വാല്യൂസും വൈൻ്റെ 2 വാല്യൂസിനെ കാട്ടിയും വലുതായി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ അല്ല, വൈൻ്റെ 2 വാല്യൂസും എക്സിന്റെ 2 വാല്യൂസിനെ കാട്ടിലും വലുതായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ. ഒരാൾ ഈക്വലും ഗ്രേറ്ററും ആണെങ്കിൽ ഇത്, ഒരാൾ ലെസ്സും ഈക്വലും ആണെങ്കിൽ ഇത്, ഈക്വൽ ആണെങ്കിൽ ഇത്. അപ്പൊ ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ആരാ വലുത് ആരാ ചെറുതെന്നൊക്കെ നോക്കാനായിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ശരിയല്ലേ? രണ്ടുപേരും ഓരോന്നായിട്ട് നമ്മൾ നോക്കണം അല്ലെ. +3നെ കാട്ടിയും വലുതാണ്, +3നെ കാട്ടിയും ഇവിടെ ചെറുതാണ്. അപ്പോൾ ഇത് ഒരാൾ ചെറുത് വന്നു അല്ലെ. ഇവിടെ വരുമ്പോൾ വീണ്ടും ഇവനെ വെച്ച് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ കുറച്ച് പാടാ. അപ്പൊ നമ്മൾ അവന് ചെയ്യാനായിട്ട് വീണ്ടും മറ്റൊരു മാർഗ്ഗം ഉപയോഗിക്കും. അതാണ് നമ്മൾ നമ്പർ ലൈൻ വരച്ച് ചെയ്യും. എങ്ങനെ ചെയ്യും? നമ്പർ ലൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതിൽ വലുതേത് ചെറുതേത് എന്ന് പറഞ്ഞ് നോക്കുന്നത്. അപ്പോൾ നമ്പർ ലൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്ന് നന്നായിട്ട് അറിയണം. അതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന 5 ഓപ്ഷൻസും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന 5 ഓപ്ഷൻ വരുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ കേസ് പറയുകയാണെ. ഒന്നാമത്തെ കേസ് എക്സിന്റെ വാല്യൂ ഒരു 2ഉം 3ഉം വൈൻ്റെ വാല്യൂ ഒരു 5ഉം 6ഉം ആണ് കിട്ടുന്നത് എങ്കിൽ, എക്സിന്റെ വാല്യൂ 2ഉം 3ഉം വൈൻ്റെ വാല്യൂ 5, 6 ആണെങ്കിൽ ഞാൻ നമ്പർ ലൈൻ വരയ്ക്കും. നമ്പർ ലൈൻ നമുക്കറിയാം, നമ്പർ ലൈനിൽ നടുക്ക് 0 ആണ്. വലത്തോട്ട് പോകുന്തോറും നമ്പർ ലൈൻ 1, 2, 3 കൂടിക്കൊണ്ടിരിക്കും, ലെഫ്റ്റിലോട്ട് വരുന്തോറും 1, 2, 3 കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം എക്സിന്റെ വാല്യൂ മുകളിൽ എഴുതി, വൈൻ്റെ വാല്യൂ താഴെ എഴുതി. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ് 2, 3 ആണ്. ഞാൻ ഇവിടെ 2 കൊടുത്തു. 3 എവിടെയായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റിലോട്ടായിരിക്കുമല്ലോ, കൂടുതലായിരിക്കും. 3 ഇവിടെ കൊടുത്തു. ഓക്കെ, ദെൻ വൈ എന്ന് പറയുന്ന 5ഉം 6ഉം ആ. അങ്ങനെയെങ്കിൽ ഞാൻ 5 ഇവിടെ കൊടുത്തു അല്ലെ. 2, 3, 5 എന്ന് പറയുന്ന 3നെ കാട്ടിയും വലത്തോട്ടല്ലേ വരുള്ളൂ, കുറയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 5 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. വൈൻ്റെ വാല്യൂ ഞാൻ താഴെ കൊടുക്കുകയുള്ളൂ. 6 എവിടെയായിരിക്കും? 5നെ കാട്ടിയും വലുതല്ലേ, 6 ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കിയേ, എക്സിന്റെ 2 വാല്യൂസും വൈൻ്റെ 2 വാല്യൂസിനെ കാട്ടിലും ചെറുതല്ലേ. കണ്ടോ, ഞാൻ ഒരു വര വരച്ചു കഴിഞ്ഞാൽ 2 പേരും വലുതാണ്, 2 പേര് ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ വരുന്ന ആൻസർ ആണ് എക്സ് ലെസ് ദാൻ വൈ. ഓക്കെ, ഒന്നാമത്തെ കേസ് 2x-ഉം 2 വൈനെ കാട്ടിലും ചെറുതാണ് എങ്കിൽ ഈ ഓപ്ഷൻ. രണ്ടാമത്തേതിലേക്ക് പോവാം. രണ്ടാമത്തേൽ പോകുമ്പോൾ എക്സിന്റെ വാല്യൂസ് ഇതേ 2ഉം 3ഉം ആണ്, വൈൻ്റെ വാല്യൂസ് -1, 1 ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് വരയ്ക്കും? നമ്പർ ലൈൻ വരയ്ക്കും. എക്സ് മുകളിൽ, വൈ താഴെ. എക്സിന്റെ വാല്യൂസ് 2, 3, 2 കൊടുത്തു, 3 കൊടുത്തു. വൈൻ്റെ വാല്യൂ -1, 1. അപ്പോൾ 1 എവിടെ വരും? 2ന്റെ ബാക്കിലായിട്ടേ 1 വരും. -1 അവന്റെയും ബാക്കിലായിട്ടായിരിക്കും വരിക അല്ലെ. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ബാക്കിലോട്ടല്ലേ വരിക, 2നെ കഴിഞ്ഞ് കൂടി പോകില്ലല്ലോ. ഇല്ല. അങ്ങനെയെങ്കിൽ ഇവിടെ വന്നപ്പോൾ നോക്കിയേ, എക്സിന്റെ 2 വാല്യൂസും വൈൻ്റെ 2 വാല്യൂസിനെ കാട്ടിയും വലുതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ഓപ്ഷൻ ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. എക്സിന്റെ 2 വാല്യൂസ് വൈൻ്റെ 2 വാല്യൂസിനെ കാട്ടിയും വലുത്. ഉറപ്പായിട്ടും ആൻസർ ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള് എക്സിന്റെ വാല്യൂസ് 5, 6 ആണ്, വൈൻ്റെ വാല്യൂസ് 6, 8 ആണ്. ദെൻ നമ്പർ ലൈൻ വരച്ചു. എക്സ് മുകളിൽ, വൈ താഴെ. 5, 6 ഇവിടെ 5 കൊടുത്താൽ 6 ഇവിടെ വരുള്ളൂ.
വൈ 6 ഇവിടെയാണെങ്കിൽ 8 ഇവിടെ വരുള്ളൂ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, രണ്ടുപേര് ഈക്വൽ അല്ലേ? എക്സും വൈയും ഇവിടെ ഈക്വൽ ആണ്. ആര് വലുതുമാണ്? വൈയിന്റെ ആള് വലുതുമല്ലേ അല്ലെ? വൈയിന്റെ ആള് വലുതാണ്, അല്ലെങ്കിൽ എക്സിന്റെ ആള് ചെറുതാണ്. കേട്ടോ, രണ്ടുപേരും, ഒരാൾ ഇവിടെയാണെങ്കിൽ മറ്റേ ആൾ ഇവിടെ, ഒരാൾ ഈക്വലുമാണ്, വൈ വലുതുമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഓർ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഈ ഓപ്ഷൻ, ഇതേപോലത്തെ ഓപ്ഷൻ എവിടെ കിടന്നാലും, അല്ലെങ്കിൽ ഇതേപോലത്തെ ആൾ എവിടെ കിടന്നാലും നമ്മുടെ ഓപ്ഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ദെൻ നാലാമത്തെ ആള്, എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 5, 6 ആണ്. വൈയിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 3, 5 ആണ്. ഓക്കെ, 3, 5 ആണ് കരുതുക. അങ്ങനെയെങ്കിൽ നമ്പർ ലൈൻ വീണ്ടും വരച്ചു. എക്സ് വൈ, എക്സ് വരയ്ക്കുമ്പോൾ ഇത് 5 ആണ്, ഇവൻ 6 ആണ്. വൈ വരയ്ക്കുമ്പോൾ 5ഉം 3ഉം 5 ഇവിടെയാണ്, 3 ബാക്കിലാണ്. കറക്റ്റില്ലേ? നമ്പർ ലൈനിൽ ബാക്കിലോട്ടല്ലേ വരിക? രണ്ടുപേര് തുല്യമാണ്. കണ്ടേ, എക്സും വൈയും അവിടെ തുല്യവുമാണ്. ആര് വലുതാണ്? എക്സിന്റെ ആൾ വലുതാണ്, വൈയിന്റെ ആൾ ഇവിടെ. കേട്ടോ, ഒരാൾ ഇവിടെ ആണെങ്കിൽ ഒരാൾ ഇവിടെ വരണം, ഒരാൾ ഇവിടെ ആണെങ്കിൽ ഒരാൾ ഇവിടെ വരണം. കേട്ടോ, ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ഇങ്ങനെ മാത്രമേ കിടക്കാവൂ, വേറെ ഒരു രീതിയിലും കിടക്കാൻ പാടില്ല. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വിച്ച് ആൻസർ ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. 4 ഓപ്ഷനായി. എക്സ് ലെസ് ആയി, ഗ്രേറ്റർ ആയി, ലെസ് ദാൻ ഓർ ഈക്വൽ ആയി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആയി. 4 ആൾക്കാർ. ഓക്കെ, ക്ലിയർ. ഇനി ലാസ്റ്റ് ഒരാളും കൂടെ ഉണ്ടാരാ? എക്സ് ഈക്വൽ ടു വൈ ഓർ റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്. അവനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഓക്കെ, അവനെയും കൂടെ ഒന്ന് നോക്കാം, നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പോൾ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 4ഉം 6ഉം ആണ്. വൈയിന്റെ വാല്യൂസ് 5ഉം 7ഉം ആണെന്ന് കരുതുക. ഓക്കെ, നമ്പർ ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യാം. എക്സ് മുകളിൽ, വൈ താഴെ. 4 ആണ്, 6 ആണ്. വൈ കൊടുക്കുമ്പോൾ 5 ആണ്, 7 ആണ്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മൾ വരച്ചതിൽ ഏതെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? രണ്ടുപേരും വലുത്, രണ്ടുപേരും ചെറുത്, അല്ലെങ്കിൽ ഒരാൾ ഈക്വലും വലുത്, ഈക്വലും ചെറുത്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല. ഇതുപോലെ നമ്മൾ വരച്ച 4 കേസിൽ അല്ലാതെ വിടുന്ന ബാക്കി എല്ലാ കേസും എന്താണ്? റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്. അതിലും ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 എക്സ് വാല്യൂസാ. ഈ 2 എക്സ് വാല്യൂസിന്റെ ഇടയിലല്ലേ ഒരു വൈ വാല്യൂ വന്ന് കിടക്കുന്നേ? 2 എക്സ് വാല്യൂസിന്റെ ഇടയിൽ ഒരു വൈ വാല്യൂ വന്ന് കിടന്നാൽ റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്, വിച്ച് ഈസ് റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ ഇത് 2 വൈ വാല്യൂ അല്ലേ? ഈ 2 വൈ വാല്യൂവിന്റെ ഇടയിൽ ഒരു എക്സ് വാല്യൂ വന്ന് കിടന്നാൽ റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്. എപ്പോ 2 ആൾക്കാരുടെ ഇടയിൽ വേറൊരാൾ വന്ന് കിടക്കാൻ പാടില്ല. 2 എക്സിന്റെ ഇടയിൽ 2 വൈന്റെ ഇടയിൽ ഒരാൾ വന്ന് കിടക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്. ഓക്കെ, ഈസി. ദെൻ അടുത്ത്, ഇപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാ? എക്സ് എന്ന് പറയുന്നത് 4ഉം 6ഉം ആണ്. വൈ എന്ന് പറയുന്നത് 3ഉം 5ഉം ആണ്. വീണ്ടും എക്സ് വൈ 4, 6 ആണ്. വൈ എന്ന് പറയുന്ന ആള് 3ഉം 5ഉം ആണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ 2 എക്സ് വാല്യൂസിന്റെ ഇടയിലാണ് ഒരു വൈ വാല്യൂ. ആൻസർ ഈസ് റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്. അല്ലെങ്കിൽ 2 വൈ വാല്യൂസിന്റെ ഇടയിലാണ് ഒരു എക്സ് വാല്യൂ. അങ്ങനെയാണെങ്കിലും റിലേഷൻ കാൺ ബി. ഏതെങ്കിലും ഒരാളെ നോക്കിയാൽ മതി, റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്. രണ്ടാമത്തെ ആള്. ഓക്കെ, ദെൻ എക്സിന്റെ വാല്യൂസ് 3 ആണ്, 5 ആണ്. വൈയിന്റെ വാല്യൂ 3 ആണ്, 4 ആണ്. ഇങ്ങനെ വന്നാലും എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇവൻ 3ഉം 5ഉം ആണ്. വൈയിന്റെ വാല്യൂ 3ഉം 4ഉം ആണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എക്സും വൈയും ഈക്വലാ. അപ്പൊ നിങ്ങൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഒക്കെ ചിലപ്പോൾ പോയേക്കാം. കണ്ടോ, രണ്ടുപേരും ഈക്വലൊക്കെ വന്ന് നടക്കുകയല്ലേ. പക്ഷേ ഇവിടെയും നോക്കിക്കേ, ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ താഴെ ഇവിടെ ആണെങ്കിൽ മറ്റേ ആൾ ഇവിടെ വരണം. അല്ലെങ്കിൽ ഇവിടെ ഒരാൾ മുകളിലുണ്ടെങ്കിൽ അടുത്ത ആൾ ഇതിന്റെ ഇപ്പുറത്ത് താഴെ വരണം. പക്ഷെ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. ഇവിടെ നോക്കിയാൽ 2 എക്സ് വാല്യൂസിന്റെ ഇടയിൽ ഒരു വൈ വാല്യൂ കിടപ്പുണ്ട്. ആൻസർ ഈസ് റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്. 2 എക്സ് വാല്യൂസിന്റെ ഇടയിൽ ഒരു വൈ വാല്യൂ ഉണ്ടെങ്കിൽ റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്. വീണ്ടും എക്സ് ഈക്വൽ ടു ഒരു 3ഉം 5ഉം ആണ്. വൈ ഈക്വൽ ടു ഒരു 4ഉം 7ഉം ആണ്. അങ്ങനെയെങ്കിൽ വീണ്ടും എക്സ് വൈ 5 ആണ്.
5 ആണ്. ഓക്കെ, എക്സ് 3 ആണ്, 5 ആണ്, വൈ 5 ആണ്. ഓക്കെ, 3 ആണ്, 3യും 7ഉം ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആദ്യത്തെ ആൾ 3യും 5ഉം ആണ്, രണ്ടാമത്തെ ആൾ 3യും 7ഉം ആണ്. ഇവിടെ കിടക്കും അല്ലേ? ഇവിടെ നോക്കിയാൽ യവന്മാർ സെയിം ആണ്. ഓക്കെ, പക്ഷേ നോക്കി, ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾ ഇവിടെ വരണം, അല്ലെങ്കിൽ ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആൾ ഇവിടെ വരണം ആണല്ലോ. പക്ഷെ അങ്ങനെയാണോ നടക്കുന്നത്? കണ്ടോ, ഇവിടെ 2 വൈ വാല്യൂസിന്റെ ഇടയിലാണ് ഒരു എക്സ് വാല്യൂസ് വന്ന് നടക്കുന്നത് ആണല്ലോ. 2 വൈ വാല്യൂവിന്റെ ഇടയിൽ ഒരു എക്സ് വാല്യൂ അങ്ങനെ കിടന്നാലും റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ എന്തായിരുന്നേ? റിലേഷൻ കാൺ ബി എസ്റ്റാബ്ലിഷ് നോക്കുന്ന ആൾക്കാരാ. ഇത്രയും ആൾക്കാരെ നോക്കുക. ഓക്കെ, 2 പേരുടെ ഇടയിൽ ഒരാൾ, 2 പേരുടെ ഇടയിൽ ഒരാൾ ഈക്വൽ ആവുമ്പോഴും ഇതുപോലെ നടുക്ക് വരുമ്പോഴും ഇങ്ങനെ ഇത്ര ആൾക്കാർ. അപ്പോൾ ഇത്ര ആൾക്കാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് തന്നെ ഏത് ഓപ്ഷനിലേക്കാണോ നമുക്ക് ആ ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ?